ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം കഴിഞ്ഞ ദിവസം അപ്പോസ്തലനായ പൗലോസിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നല്ലോ. 6 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇന്ന് നമുക്ക് 7ാമത്തെ പോയിൻറ്റിനെക്കുറിച്ച് ചിന്തിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 4ാം വാക്യത്തിൽ നാം കാണുന്നത് പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ ശെലൂക്കയിലേക്ക് ചെന്നു. ഇവിടെ 7ാമതായിട്ട് നാം കാണുന്നത് പൗലോസിനെ കർത്താവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തൻ്റെ വേലയ്ക്കായിട്ട് വിളിക്കുന്നു. തൻ്റെ വേലയ്ക്കായിട്ട് പരിശുദ്ധാത്മാവാണ് വിളിച്ചത്, പരിശുദ്ധാത്മാവാണ് വേർതിരിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 8ാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ 1 മുതലുള്ള വാക്യത്തിലാണ്. അന്ത്യോക്യയിൽ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്കോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മാനേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അത് തന്നെ 5ാം വാക്യത്തിൽ അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ നമുക്ക് കാണുന്നത് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ മൂപ്പന്മാരും പൗലോസും പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വേലയ്ക്കായിട്ട് വേർതിരിയുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 9ാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പൗലോസിന് കള്ളപ്രവാചകന്മാരെ വേർതിരിച്ച് അറിവാനുള്ള കഴിവ് പൗലോസിന് ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് നമ്മളുടെ ജീവിതത്തിലും കള്ള ഉപദേശം പറയുന്നവരെ അല്ലെങ്കിൽ ദുരുപദേശം പറയുന്നവരെ മനസ്സിലാക്കുവാനും ദുരുപദേശം എന്താണെന്ന് മനസ്സിലാക്കി അതിന് തക്കതായിട്ട് മറുപടി പറയുവാനും നാം അറിഞ്ഞിരിക്കണം. അങ്ങനെ ദുരുപദേശം പറയുവാൻ നമുക്ക് അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ 9ാമത്തെ നമുക്ക് കാണാൻ കള്ളപ്രവാചകനെ തിരിച്ചറിയുവാൻ പൗലോസിന് സാധിച്ചു. അത് നമുക്ക് 5 മുതലുള്ള വാക്യത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ 6 മുതലുള്ള വാക്യത്തിൽ അവർ ദ്വീപിൽ കൂടി ഇവർ 1ാം മിഷണറി യാത്ര പോവുകയാണ്. അവർ പല സ്ഥലങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ കൂടെ സഞ്ചരിച്ചാണ് അവർ പാഫോസ് വരെ ചെന്നപ്പോൾ ബെർയേസ് എന്ന പേരുള്ള യഹൂദനായ കള്ളപ്രവാചനായ വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സെർഗോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടിയായിരുന്നു. അവൻ ബർന്നബാസിനെയും ശൗലിനെയും മരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം. ഈ കള്ളപ്രവാചകനായ ബെറയേസിൻ്റെ പേര് എലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം. അവരോട് എതിർത്ത് വന്നു. ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി അവനോട് പറഞ്ഞു, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ്വനീതിയുടെ ശത്രുവെ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയും നീ മതിയാക്കിയില്ലയോ? ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിൻ്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരോ ഇരുട്ടോ അവൻ്റെ മേൽ വീണു. കൈ പിടിച്ച് നടത്തുന്നവരെ തിരിഞ്ഞുകൊണ്ട് അവൻ നടന്നു. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന 9ാമത്തെ കാര്യം, കള്ളപ്രവാചകന്മാരെ ദുരുപദേശം പറയുന്നവരെയൊക്കെ തിരിച്ചറിവാനായിട്ട് പൗലോസിന് സാധിച്ചു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 10ാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന തെറ്റ് കണ്ടപ്പോൾ പൗലോസ് അവൻ്റെ മുഖത്ത് നോക്കി അത് പറയുന്നു. അവനോട് പറയുകയാണ്, ഹേ സകല കപടവും. അല്ലാതെ ദുരുപദേശം കേൾക്കുമ്പോൾ നമ്മൾ അത് മൂടി വയ്ക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള പരിശുദ്ധാത്മപൂർണനായി പറയുകയാണ്, സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ. അങ്ങനെ പൗലോസ് തെറ്റ് കേട്ടപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയെന്ന് തിരിച്ചറിഞ്ഞെന്ന് മാത്രമല്ല അവൻ്റെ മുഖത്ത് നോക്കി പറയുന്നതായിട്ട് കാണുന്നു. 11ാമതായിട്ട് കാണുന്നത് ഇവിടെ പൗലോസ് പരിശുദ്ധാത്മപൂർണനായി കർത്താവിൽ ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ശക്തിയാൽ, ആത്മാവിൻ്റെ ശക്തിയാൽ അവൻ്റെ അവന് കാണാൻ വയ്യാത്ത സ്ഥിതിയിൽ അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് അവിടെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. 12ാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ അതിനുശേഷം
അവിടെ 12-ാമതായിട്ട് കാണുന്നതിന് നമുക്ക് സാധിക്കും. അവിടെ ദേശാപതി നമ്മൾക്ക് കണ്ടു. ദേശാധിപതിക്ക് ദൈവവചനം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഈ എലിമാസാണ് അതിന് സെർഗോസ് പൗലോസ് എന്ന ആഗ്രഹമുണ്ടായിട്ടും സാധിക്കാതെ വന്നത് ഈ കള്ളപ്രവാചകൻ കാരണമാണ്. എന്നാൽ ഈ അത്ഭുതം കണ്ടപ്പോൾ ദേശാധിപതി ഒരു ദേശാധിപതി രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും പിന്നെ മുമ്പോട്ട് വരാനായിട്ട് ഇടയായിട്ട് തീരും. ദേശാധിപതി രക്ഷിക്കപ്പെടുവാനും ദൈവമകനായിട്ട് തീരുവാനും ഇടയായിട്ട് തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 12-ാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവിടെ നിന്ന് അവർ പംഫുല്യ ദേശത്തിലേക്ക് ചെന്നു. അവിടെ പെർഗയ്ക്ക് ചെന്നു. അതിനുശേഷം അവർ അന്തോക്യയിലേക്ക് പോയി. അന്തോക്യ ചെന്നപ്പോൾ അവർ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പൗലോസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അവിടുത്തെ പ്രമാണി പറഞ്ഞു, അവരോട് പറഞ്ഞു, പള്ളിപ്രമാണികൾ പറഞ്ഞു, നിങ്ങൾ ജനത്തോട് ഈ പ്രബോധനം പറയുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞത് മുഖാന്തരമായിട്ട്, അല്ലെങ്കിൽ അതിനുള്ള ചാൻസ് കിട്ടത്തില്ല. 13-ാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, പള്ളിപ്രമാണി പറഞ്ഞപ്പോൾ പൗലോസ് വചനത്തിൽ 13-ാമതായിട്ട് നമുക്ക് കാണുന്നത്, വചനത്തിൽ പൗലോസിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. പ്രിയ സഹോദരിമാരെ, വചനത്തിൽ നിശ്ചയമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ശരിയായിട്ട് സുവിശേഷം പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ പൗലോസിന് വചനത്തിൽ നല്ല നിശ്ചയമായിരുന്നു. യഹൂദന്മാരുടെ ചരിത്രം മുഴുവനായിട്ട് അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ആ പ്രസംഗം പറയുവാനായിട്ട് പറഞ്ഞപ്പോൾ മരുഭൂമിയിൽ നടത്തിയത് മുതൽ, കനാരെ തോൽപ്പിച്ചത് മുതൽ, യോഹന്നാൻ സ്നാപകൻ വന്നത് മുതലുള്ള കാര്യങ്ങളും, പിന്നെ കർത്താവിൻ്റെ മുന്നോടിയായിട്ടാണ് യോഹന്നാൻ സ്നാപകൻ വന്നു എന്നും അതിനുശേഷം കർത്താവ് വന്നു എന്നും, എന്നാൽ കർത്താവിനെ യഹൂദന്മാർ സ്വീകരിച്ചില്ല എന്നും അവനെ തള്ളിക്കളഞ്ഞതും, ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും പൗലോസ് അവരോട് പറഞ്ഞു. പൗലോസിന് വചനത്തെക്കുറിച്ച് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതിനുശേഷം അവന് യേശുക്രിസ്തുവിനെക്കുറിച്ചും യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്തിനാണെന്നുള്ളതും, അവനെ യഹൂദന്മാർ ക്രൂശിച്ചു എന്നുള്ളതും, എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നു എന്നുള്ളതും, അവനിൽ വിശ്വസിച്ചാൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ചാൽ അവനെ ഏകദൈവം ഏകരക്ഷകനുമായിട്ട് സ്വീകരിക്കുമ്പോൾ നമുക്ക് രക്ഷ കിട്ടും എന്നുള്ള വിവരമായിട്ടുള്ള കാര്യങ്ങൾ പൗലോസ് അവരോട് പറയുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതിൻ്റെ കാരണം പൗലോസിന് വചനത്തെക്കുറിച്ച് നല്ല നിശ്ചയമുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈ പൗലോസിനെ നമുക്ക് അനുകരിക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് സുവിശേഷന്മാരായിട്ടോ ഭാര്യമാരായിട്ടുള്ളെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവാണ് വേലക്കാരെ വിളിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് ഒരു കാര്യത്തിന് വിളിച്ച് വേർതിരിച്ചുവെങ്കിൽ അത് ആ സുവിശേഷം പ്രവർത്തനം ചെയ്യുവാനായിട്ടുള്ള ശക്തിയും കൃപയും കർത്താവ് കൊടുക്കും. രണ്ടാമതായിട്ട് വേലയ്ക്കായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ തന്നെ നമ്മൾ പോകണമെന്നുള്ളത് മനസ്സിലാക്കണം. നാലാമതായി നമുക്ക് പിന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, ഒരു കാര്യം 9-ാമതായിട്ട് ഞാൻ കണ്ടത്, കള്ളപ്രവാചനം അല്ലെങ്കിൽ ദുരുപദേശത്തെ ശരിയായിട്ട് മനസ്സിലാക്കുവാനും, 10-ാമതായിട്ട് നാം കണ്ടതുപോലെ അത് പറവാനും അതിന് നമുക്ക് ധൈര്യമുണ്ടാകണം എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലാസ്റ്റിലായിട്ട് നാം കണ്ടു, ഈ ദൈവത്തിൻ്റെ വചനം അത് നമുക്ക് നല്ലതുപോലെ അറിയണം. കർത്താവിൻ്റെ വചനം അപ്പോൾ നല്ലതുപോലെ അറിയണമെങ്കിൽ നാം വേദപുസ്തകം വായിക്കണം. അതിനെക്കുറിച്ച് മണിക്കൂറുകൾ കണക്കിന് നമ്മൾ കർത്താവിൻ്റെ മുമ്പാകെ ഇരിക്കണം, അതിനെ ധ്യാനിക്കണം, അത് നമ്മൾ മനഃപ്പാഠമാക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മളത് സ്വരൂപിച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്കും ഈ ദൈവവചനം നമുക്ക് ശക്തിയായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുവാനും അനേകർക്ക് അത് ആശ്വാസത്തിനും രക്ഷയ്ക്കും കാരണമായി തീരുവാനും ഇടയായിട്ട് തീരുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് സർവ്വശക്തിയോടും കൂടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. കാരണം പൗലോസിനെ അറിയാമായിരുന്നു, അവൻ സുവിശേഷം പറഞ്ഞു. അതുകൊണ്ട് അത് അനേകർക്ക്
അത് വിശ്വസിപ്പാനായിട്ട് ഇടയായിട്ട് തീർന്നെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ പൗലോസിനെ മാതൃകയാക്കിക്കൊണ്ട് ജീവിപ്പാൻ, നമ്മുടെ കർത്താവിനെ മാതൃകയാക്കിക്കൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.